ഹാപ്പിനെസ് ഡേ, നിരാലംബരുടെ സന്തോഷം. വയനാട് നീലഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കേരളത്തിന് മാതൃകയാവുകയാണ്. നിരാലംബരുടെ സംഗീത മത്സരം, ഡാൻസ് മത്സരം, സംഘഗാനം, പുതിയ അനുഭവത്തിന്റെ കാഴ്ചകളാണ് ആയിരങ്ങൾ ഏറ്റുവാങ്ങുന്നത്. ആടയാഭരണങ്ങളില്ലാത്ത നൃത്തം, സംഗതികൾ നോക്കാത്ത ഗാനാലാപനം. പാട്ടുകളിലെ വരികളിലൂടെ എത്തിനോക്കുമ്പോൾ പലതിലും നിരാശാബോധവും പ്രണയവും വിരഹവും ഒക്കെയാണ്. പലരുടെയും കണ്ണുകളിൽ നിശ്ചയദാർഢ്യം കാണുകയാണ്. ഇനിയും ഇവിടെ ജീവിക്കുവാൻ കൊതിയൂറുന്ന മുഖങ്ങൾ. കണ്ണും കാതും കൂർപ്പിച്ച് നമ്മുടെ ഭരണാധികാരികൾ കാണണം. രാഷ്ട്രീയ ഗോഗോ വിളികൾക്കിടയിൽ മനുഷ്യന്റെ രോദനങ്ങൾ കാണുക, നിരാലംബരുടെ കണ്ണീരൊപ്പുക. കീശ വീർപ്പിക്കുന്ന രാഷ്ട്രീയക്കാർ ഇവിടം വന്ന് കാണേണ്ടതാണ്. രാഷ്ട്രീയത്തിലെ പ്രമുഖരെയൊന്നും ഇവിടെ കാണാനില്ല. അവർ തിരക്കിലാണല്ലോ ഏപ്രിൽ 23 ചെങ്കോട്ട പിടിക്കാൻ. 70ഓളം വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്ക് ആരൊക്കെയോ ഉണ്ടെന്ന തോന്നൽ ഇവിടെയുണ്ടാവുന്നു. ഞങ്ങൾ തനിച്ചല്ല എന്ന വികാരമുണ്ടാക്കിയ സംഘാടകരെ എത്രയാണ് അഭിനന്ദിക്കേണ്ടത് എന്നറിയില്ല. മക്കൾ നോക്കാത്ത അമ്മമാർ, മക്കളില്ലാത്ത അമ്മമാർ, ഉപേക്ഷിക്കപ്പെട്ട അച്ഛന്മാർ, വിവിധ മേഖലകളിലെ നിരാലംബ സമൂഹത്തിന് ഒരു ദിവസം ആശ്വാസം നൽകുകയാണ് ഇവിടെ. എല്ലാരും പിരിഞ്ഞപ്പോ ആലംബമില്ലാതെ നിന്നപ്പോൾ കവിയല്ലോ ജനഗണമനയുക്കു ജന്മം നൽകിയ ഭാരത കവിയല്ലോ, ഭാരത കവിയല്ലോ. ആനല്ല സുന്ദരഗാനത്തിൻ പല്ലവി നമുക്ക് ചേർന്ന് പറഞ്ഞു ചൂണ്ടത്തലയ്ക്കൊരു മീൻ കുടുങ്ങി തലരായി മീനിലെ വലിച്ചവൻ കരയിലിട്ടു. സ്നേഹസ്വരം 2019 ഒരു ആശയത്തിന്റെ തുടക്കമാണ്. ഒരുപക്ഷെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്, അതും ഒരു കോളേജ് കലാലയത്തിന്, പുതിയ സമൂഹത്തിന് മുന്നിൽ എങ്ങനെ മനുഷ്യ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സഹജീവികളോടുള്ള ഐക്യദാർഢ്യപ്പെടലിന്റെയും ഒരു മാതൃക തീർക്കാൻ പറ്റുമെന്നതിന്റെ ഒരു വലിയ ഉത്തരമാണ് സ്നേഹസ്വരം. ഒരുപക്ഷെ ഇന്ന് നമ്മളുടെയൊക്കെ കണക്കുകൂട്ടലുകൾ പുതിയ തലമുറ ഇത്തരം പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള മാനസികാവസ്ഥയിലല്ല. അവർക്ക് ഇത്തരം വേദന അനുഭവിക്കുന്ന, സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന, ഓരം ചേർന്ന് നിൽക്കുന്ന പാവങ്ങളോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന മനസ്സില്ല. ഇങ്ങനെയൊക്കെ വേദനിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് നീലഗിരി കോളേജ് ഒരു പരീക്ഷണം എന്ന രൂപത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടനവധി നവീനമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം നമ്മൾ നിൽക്കുന്ന തറയുടെ ചൂടറിയണമെന്ന് പറയുന്നത് പോലെ അവർ പഠിക്കുന്ന ലോകത്തെയും അവർ വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയെയും അറിയാനും പഠിക്കാനുമുള്ള ബോധ്യമുണ്ടാക്കുക എന്നുള്ളതാണ്. സ്നേഹസ്വരം അത്തരത്തിലുള്ള ഒരു ഇനീഷ്യേറ്റീവാണ്. ഒരുപക്ഷെ വയനാട്, നീലഗിരി ജില്ലകളിൽ വൃദ്ധസദനങ്ങളുടെ കണക്കെടുത്തപ്പോൾ വളരെ അലാമിംഗ് ആയ ഒരു സിറ്റുവേഷനാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. ഏതാണ്ട് 700ഓളം വരുന്ന ഇൻമേറ്റ്സ് ഈ ഒരു സാംസ്കാരികമായി ഉയർന്നു നിൽക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന, ആധുനികതയുടെ വലിയ മോഡുകളൊന്നും കടന്നുകൂടിയിട്ടില്ലാത്തൊരു പ്രദേശത്ത് പോലും ഉണ്ടെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ ആധുനികമായ സാഹചര്യങ്ങളിലേക്ക് ചെന്നെത്തിപ്പെടുന്ന ഒരു ലോകത്തെ എന്തുമാത്രം ഇത് ഭീകരമായ രൂപത്തിൽ വളർന്നിട്ടുണ്ടാകും എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ ബോധ്യപ്പെടുന്നതാണ്. 2 ജില്ലകളിലെയും വൃദ്ധസദനങ്ങളിലെ അന്തേവാസികൾ ഇന്ന് സന്തോഷത്തോടുകൂടി ആഗോള സന്തോഷ ദിനത്തിൽ ഈ ക്യാമ്പസിൽ ഒരുമിച്ച് കൂടി. അവർ ആടിയും പറഞ്ഞു അവരുടെ മകനെയും മകളെയും എന്ന പോലെ ഈ ക്യാമ്പസിലെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി അവരെന്തെന്നില്ലാത്ത വിധം മതിമറന്ന് സന്തോഷിച്ചിട്ടാണ് പിരിഞ്ഞുപോയത്. ഒപ്പം അവർ ആഗ്രഹിച്ചതൊക്കെ കയ്യിൽ ഒരു സമ്മാനമായി കൊടുത്തുകൊണ്ടാണ് ഇവിടെ ക്യാമ്പസ് യാത്രയാക്കിയത്. ഞങ്ങൾക്ക് സ്നേഹസ്വരം ഒരു ചടങ്ങ് എന്ന രീതിയിൽ അവസാനിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മാധ്യമങ്ങളിലൂടെയും സമൂഹത്തിന് ഈ അർത്ഥത്തിൽ ചിന്തിക്കുന്ന സുമനസ്സുകളിലൂടെയും ലോകമൊഴുക്കി ഈ ദൗത്യം ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. വൃദ്ധസദനം എന്ന പദപ്രയോഗം ഒരു വലിയ ഇൻഫീരിയോറിറ്റി അവർക്കിടയിൽ രൂപപ്പെടുത്തുന്ന ഒരു പദപ്രയോഗമാണ്. അതില്ലാതാവണമെന്നാണ് സ്നേഹസ്വരത്തിന്റെ ഒന്നാമത്തെ ക്യാമ്പയിൻ. നമ്മൾ അവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും അവരോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള പദരൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും അവർക്ക് മനുഷ്യ സ്നേഹത്തിന്റെ പുതിയ വാതായനങ്ങൾ നമ്മൾ തുറന്നു കൊടുക്കുകയും ചെയ്യുക എന്ന് സ്നേഹസ്വരം ഉറക്കെ സമൂഹത്തോട് ആവശ്യപ്പെടുന്നു.
ഒപ്പം ലോകത്തെവിടെയെങ്കിലുമൊക്കെ സ്വന്തം മാതാപിതാക്കളുടെ വേദന അറിയാതെ, ഒരുപക്ഷെ അറിവില്ലായ്മ കൊണ്ട്, സൗകര്യങ്ങളോടുള്ള അമിതമായ താല്പര്യങ്ങൾ കൊണ്ട് അവരെ പടിയടച്ച് പിണ്ടം വെച്ച് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് തള്ളിയെറിഞ്ഞവരുണ്ടെങ്കിൽ മനസാക്ഷി ഒരിക്കൽ കൂടി ആ ബോധ്യം നിലനിർത്തി അവരെ നമ്മുടെ വീടുകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സമൂഹമേ നമ്മൾ തയ്യാറാവുക എന്നൊരു ബോധ്യപ്പെടുത്തലാണ് സ്നേഹസ്വരം. ഒപ്പം ഇത് നീലഗിരി കോളേജിൽ അവസാനിക്കാതെ ഇന്ത്യയിലെ വിവിധ കലാലയങ്ങളിലേക്ക് ഇതൊരു ദൗത്യമായി ഏറ്റെടുത്താൽ അരികത്തൊരു മകനെ കാത്തിരിക്കുന്ന, മകളെ കാത്തിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഒരുപക്ഷെ അവരുടെ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാൻ കഴിയുന്ന, സന്തോഷം പെയ്തിറക്കുന്ന, സ്നേഹത്തെ കൊടുക്കുന്ന ഒരു കലാലയത്തിന്റെ അനുഭൂതി തീർക്കാൻ ഒരുപക്ഷെ ഇത്തരം വിദ്യാലയങ്ങൾക്ക് കഴിയും. അവരൊക്കെ ഏറ്റെടുക്കുന്ന ഒരു നല്ല നാളെയാണ് ഞങ്ങളുടെ സ്വപ്നം. സ്നേഹസ്വരം ഇവിടെ അവസാനിക്കുന്നില്ല. ഇതൊരു പോരാട്ടമായി ഞങ്ങൾ തുടരുകയാണ്. കുട്ടികളിലൂടെ, പുതുതലമുറയിലൂടെ ആധുനിക മീഡിയയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി അവർക്ക് വേണ്ടിയുള്ള ധാർമ്മികമായ ഉറക്കെ സംവദിക്കുന്ന ആശയങ്ങൾ രൂപം കൊടുക്കുന്നതിനും ഇനിയൊരു മകനോ മകൾക്കോ അല്ലെങ്കിൽ ഒരു പിതാവിനോ ഒരു മാതാവിനോ ഈ അവസ്ഥ വരാതിരിക്കാനുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ സജീവമായി പുറത്തിറങ്ങുന്നതിന്റെ തുടക്കമാണ് ഇന്ന് ഇവിടെ യാഥാർത്ഥ്യമായിട്ടുള്ളത്. ഇതിനോട് ഐക്യദാർഢ്യം പ്രകടിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഓടിയെത്തിയ സാമൂഹിക മേഖലയിലുള്ളവർ, സന്നദ്ധ മേഖലകളിലുള്ളവർ, അതുപോലെ മാധ്യമ പ്രവർത്തകർ എല്ലാവരോടും ഇവിടെ കടപ്പാട് അറിയിക്കുന്നു. ഒപ്പം ഈ ദിവസം ഈ കലാലയത്തോടൊപ്പം ചേർന്ന വിഷൻ ഇന്ത്യയോടുള്ള ഞങ്ങളുടെ കടപ്പാട് അറിയിക്കുന്നു. നിങ്ങളുടെ സേവനം, നിങ്ങളുടെ ആശയങ്ങളിലൂടെ ഇത് ലോകത്തിന് മുഴുക്കെ എത്തിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. So I'm Reba, chairperson of Nilgiri College of Arts and Science. സോ ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസത്തിന്റെ അവസാന സായം സന്ധ്യയിലാണ്. ഞാൻ ഈ കോളേജിലെ ചെയർപേഴ്സൺ ആയിട്ട് ഈ ഒരു വർഷത്തില് ഏറ്റവും നന്നായിട്ട് ചെയ്ത ഒരു പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ പറയാൻ സ്നേഹസ്വരം 2K19. കേവലം ഒരു കുട്ടിയുടെ ആശയത്തിൽ നിന്ന് സമൂഹം ലോകമെമ്പാടും അറിയുന്നൊരു ആശയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോ ഞങ്ങള് ഒരുപാട് ഓർഫനേജുകൾ ഇതിന് അനുബന്ധിച്ച് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനോടൊക്കെ അവര് കാണിച്ച ഒരു സഹകരണവും അവരുടെ ഒരു ചെറിയൊരു പാട്ടും ഒരു ഡാൻസും അവിടെ നിന്ന് ഞങ്ങൾ കണ്ട ആ ഒരു അവരുടെ കലാപരിപാടികളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ മുന്നിൽ കാണിക്കണമെന്ന് തോന്നി. അപ്പോ ഞങ്ങളുടെ ഈ ആശയം ഞങ്ങൾ ടീച്ചേഴ്സിനോട് പങ്കുവെച്ച് കഴിഞ്ഞപ്പോ അവര് ഞങ്ങളെ ഒട്ടേറെ സപ്പോർട്ട് നൽകി ഞങ്ങളുടെ കൂടെ നിന്നു. അതാണ് ഇന്ന് ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഇത്രയും സക്സസ് ആവാൻ പറ്റിയ. ഇന്നിവിടെ വന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് അവര് ഒരു പുതിയൊരു അവർക്ക് കിട്ടാത്ത ഒരു സ്നേഹവും അവരുടെ മക്കളിൽ നിന്ന് ലഭിക്കാത്തൊരു സ്നേഹവും ഒക്കെയാണ് ഇവിടത്തെ മക്കളിൽ നിന്ന് അവർക്ക് കിട്ടിയത്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയൊരു പ്രോഗ്രാം ഇവിടെ വെച്ച് ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയതിൽ. ഞങ്ങളുടെ കോളേജും ഞങ്ങളുടെ സ്റ്റുഡൻസും ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ടീച്ചേഴ്സ്, മാനേജ്മെന്റ് എല്ലാവരും തന്നെ ഞങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇത് ഞങ്ങൾ വിചാരിക്കുന്നത് ഇത് ഇനിയും ഞങ്ങളുടെ അടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഏറ്റെടുക്കും. അപ്പൊ എല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് ഈ പ്രോഗ്രാം വിജയമാക്കും. ഇനി ഇത് തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ ഈ പ്രോഗ്രാം ലോകമെമ്പാടും അറിയിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന വിഷൻ ഇന്ത്യ മൊബൈൽ ടിവിക്ക് ഒരുപാട് നന്ദിയും തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു.